ചേച്ചിയെ കിട്ടാതായപ്പോ അനിയത്തി മതിയെന്നായിരിക്കും സാറിന്റെ തീരുമാനം. ചേച്ചിയായാലും അനിയത്തിയായാലും നിനക്കെങ്ങനെയെങ്കിലും പഞ്ചരത്നത്തിൽ കയറിപ്പറ്റണം. അതല്ലേ നിന്റെ ഉദ്ദേശം? അത് നടക്കില്ല മോനെ. വെറുതെ ഉടായിപ്പ് പരിപാടിയായിട്ട് എന്റെ മോളെ ചതിക്കാനാ നിന്റെ പ്ലാനെങ്കിൽ കൊന്നുകളയും നിന്നെ ഞാൻ. അതെ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയൂ മിസ്സസ് കലാവതി. വെറുതെ കുറച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, കടിക്കാൻ കൂടെ പഠിക്കണം. ഇപ്പൊ നീ ഞെളിഞ്ഞു നടന്നോ? പക്ഷേ ഇപ്പൊ നീ തെളിച്ചിട്ടേച്ചു പോയ ഈ കുളം ഈ കലാപതി ഒരു കലക്ക് കലക്കും, മീൻ പിടിക്കുകയും ചെയ്യും. മോളെ, മോളെ, മോളെ നീ ഓക്കെ അല്ലേ? വാ വാ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം ബോധ്യമായല്ലോ. പഞ്ചരത്നത്തിൽ എന്റെ മക്കൾക്കൊരു വിഷമം വന്നാ ഈ കലയമ്മ കൂടെ ഉണ്ടാവും. ഇനിയെങ്കിലും നിങ്ങൾ ആരും ബുദ്ധിമോശം കാണിക്കാൻ പാടില്ല. എനിക്കൊരു തെറ്റുപറ്റി പോയതാ കലയമ്മേ. ഞാൻ എടുത്തു ചാടി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കലയമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ ഉണ്ടാവുമായിരുന്നില്ല. സംഭവിച്ചതൊന്നും ഓർത്ത് എന്റെ പൊന്നുമോള് സങ്കടപ്പെടരുത്. നിന്റെ മുമ്പിലുള്ളത് വലിയൊരു ജീവിതമാ. അത് നന്നാക്കാൻ വേണ്ടിയാ നീ ഇനി ശ്രമിക്കേണ്ടത്. എന്തിനും ഏതിനും ഈ അമ്മ കൂടെയുണ്ട്. ഇന്ന് ആകാശ് നിന്നെ കണ്ടതും നിനക്കൊരു ഭാവി ജീവിതം വാഗ്ദാനം ചെയ്തതുമെല്ലാം നല്ല കാര്യം തന്നെയാ. പക്ഷേ അവൻ പറഞ്ഞിട്ട് പോയതിനെ മോളങ്ങനെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് മുഖം രക്ഷിക്കാൻ വേണ്ടി അവൻ നടത്തിയ ഒരു നാടകം ആവാനും മതിയത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.